നമ്മൾ നെടുമങ്ങാട് പോവാണ്. ചെറിയൊരു ബ്ലോഗാണ്, കാരണം കുറച്ച് നാളെ നമ്മൾ വീഡിയോസ് കിട്ടി. ഇന്നോട്ട് നമ്മൾ കണ്ടിന്യൂസ് വീഡിയോ എടുക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്. അങ്ങനെ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടാണ് വണ്ടി കിട്ടിയത്. കുറച്ച് അധികം നേരം നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നു. അപ്പോൾ നമുക്ക് വണ്ടി കിട്ടി. നമ്മളിപ്പം വണ്ടി കയറിതാ പോവാണ്. അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങൾ കാണിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇപ്പം നമ്മളിതാ വണ്ടിയിൽ കയറുന്നത്. നമുക്ക് 3 ദിവസം കൂടെ ജസ്റ്റ് ഒരു വണ്ടി കിട്ടിയിട്ടുണ്ട്. അത് തിരക്കുണ്ടായിരുന്നു, നല്ല തിരക്കുണ്ടായിരുന്നു. ആ തിരക്കത്ത് അങ്ങനെ പോവായിരുന്നു. നമ്മളാണ് വണ്ടിയിൽ നിന്ന് ഇറങ്ങി പയ്യെ നടക്കാം നമ്മൾ. അങ്ങനെ എങ്ങോട്ടെന്നറിയാതെ അമ്മയും മക്കളും കൂടെ നേരെ നടക്കാട്ടോ. അമ്മയുടെ പിറകെ നമ്മളെ വിട്ട് പിടിക്കുകയാണ്. അങ്ങനെ നമ്മൾ ബാങ്കിൽ എത്തിയിട്ടുണ്ട്. ഇന്ത്യയിൽ ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട്, അതെന്തൊക്കെയാണെന്ന് ക്ലിയർ ആവുന്നില്ല എനിക്ക്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഒന്ന് വോയിസ് കൊടുക്കുന്നത്. ഇപ്പം നമ്മൾ 3 പേരും കൂടെ നടന്നങ്ങ് പോവുകയാണ്. അവിടെ ചെന്നതിന് ശേഷം ഇനി എന്തുവാണെന്ന് എനിക്കറിയത്തില്ല. ഞാനങ്ങനെ മാറി അത് ഇരിക്കുന്നത് അപ്പോൾ എനിക്കൊന്നും മനസ്സിലാവത്തില്ല. ഞാൻ അങ്ങോട്ടൊന്നും പോയില്ല. അത് അവർ വലിയവർ തമ്മിലുള്ള കാര്യങ്ങൾ അങ്ങനെ തീർക്കട്ടെ എന്ന് ചോദിച്ചിട്ട് അവിടെ എന്തൊക്കെയാണ് ചർച്ചയാണ്. അതിന് എനിക്ക് അവിടെ ഇരുന്ന് ചത്ത് കുത്തി ഞാൻ ഇരിക്കരുത്. പിന്നെ കുറേ കഴിയുമ്പോൾ ചക്കു വന്നു, എൻ്റെ അടുത്ത് വന്നിരുന്നു. പിന്നെ നമ്മൾ എന്തൊക്കെയോ കുറേ വർത്താനമൊക്കെ പറഞ്ഞ് അവിടെ കുശുമ്പൊക്കെ പറഞ്ഞ് നമ്മളവിടെ ഇരുന്നു. അത് കഴിയുമ്പം എല്ലാവർക്കും വിശന്ന് തുടങ്ങി. കാരണം നമ്മൾ 9 മണിക്ക് പോയതാണ്. അവൾക്ക് പല്ല് വേദന, ചെവി വേദന, കാതും ചെവിയാണ് തൊണ്ട വേദന, കണ്ണ്, അങ്ങനെ എല്ലാ വേദനയാണ്. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ അവൾ അവിടെ ഇരുന്ന് പറയാതെ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ എത്തിയിട്ട് പിന്നെ ഫുഡ് ഓർഡർ ചെയ്താണ് കഴിച്ചത്. അപ്പോൾ നമ്മൾ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ വീടെത്തിയിട്ടുണ്ട്. വീടെത്തിയിട്ട് ഇന്ന് ഫുഡൊന്നും ഉണ്ടാക്കിയില്ല. പിന്നെ ശരിയാക്കി ഫുഡ് ഓർഡർ ചെയ്തായിരുന്നു. അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. നമ്മളിപ്പോൾ എത്തിയതേ ഉള്ളൂ. നമ്മൾ രാവിലെ 10 മണിക്ക് പോയാണ്. ഇപ്പോൾ ഒരു 6 മണി ആയിട്ടുണ്ട്. ഇപ്പം കുറച്ച് നേരം ആയതേ ഉള്ളൂ വന്ന് കയറിയിട്ട്. ഇപ്പോൾ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. എൻ്റെ ഇടയ്ക്ക് ഭയങ്കര ടെൻഷനൊക്കെ ആയിട്ട് ഓട്ടം വെച്ച് ഓടുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല. ഇപ്പോൾ വീടെത്തിയിട്ട് തിരിച്ച് ഫുഡ് ഓർഡറാക്കി ഫുഡ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളത് വാങ്ങിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഡേ മൈ ലൈഫ് എന്നൊക്കെ പറഞ്ഞിട്ട് എടുക്കാനൊന്നും പറ്റിയില്ലായിരുന്നു. കുറച്ച് അവിടെ ഇവിടെയും മാത്രമേ വീഡിയോസ് എടുത്തിട്ടുള്ളൂ. മൊത്തമൊന്നും എടുത്തിട്ടില്ല. ഓക്കെ, അപ്പോൾ നമ്മളെ വീഡിയോസ് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എൻ്റെ മാക്സിമം നിങ്ങളെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ പറയണം. അപ്പോൾ നമ്മളിതാ ഫുഡ് മേടിക്കാനായിട്ട് ഞാൻ പോവാണേ. അപ്പോൾ സന്ധ്യ ആയിട്ടുണ്ട്. ആൾ ഇവിടെ എത്തിയെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഞാൻ എന്താ മന്ദം നടന്നു പോകണം. ഇവിടെ എത്തിയിട്ടുണ്ട്. സംഭവം നമ്മൾ എത്ര കറക്റ്റ് ലൊക്കേഷൻ വെച്ചാൽ നമ്മളെ വീട്ടിൻ്റെ അവിടെ വരാറില്ല കേട്ടോ. അതിപ്പം ഇപ്പുറത്തോട്ടേ വരത്തുള്ളൂ. അപ്പോൾ ഞാൻ നടന്നു പോവാം കേട്ടോ. വീട്ടിൽ നിന്ന് കുറച്ച് നടന്നാലേ അങ്ങ് എത്തത്തുള്ളൂ. അപ്പം ഇവിടെ നിൽപ്പുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ പോയി മേടിക്കട്ടെ. ഓക്കെ, ഫുഡ് നനച്ചോക്കാതെ നല്ലതാണോ, ഏത് ഹോട്ടലാണെന്ന് കൂടി ഞങ്ങൾ നോക്കിയിട്ടില്ല. നമ്മൾ വിശന്ന് കറങ്ങി നിന്നുകൊണ്ട് പെട്ടെന്ന് അങ്ങ് ഓർഡർ ആക്കി ചെയ്തേ. അപ്പോൾ ഞാൻ വാങ്ങിക്കട്ടെ ഗൈസ്. അപ്പോൾ നമ്മളെ ഫുഡ് ഇവിടെ ഹാജരായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്കപ്പോൾ ഇന്ന് ഫുഡ് കഴിക്കാൻ രാവിലെ ഒന്നും കഴിക്കാതെ പോയിട്ട് അവിടുന്ന് ആ ഒരു ഷാർജ കുടിച്ചതാണ് കേട്ടോ. ആ ഒരു ഷാർജയിലാണ് ഈ അങ്ങ് നിൽക്കുന്നത്. ഞാൻ മാത്രമല്ല, അമ്മയും ചേച്ചി എല്ലാവരും. അമ്മയാണെങ്കിൽ എന്നിട്ട് മുകളിലൊരു വീട്ടിൽ ഇനിയും ഒരു ആവശ്യമായിട്ട് പോയേക്കാണ്. അമ്മ ഇതുവരെ ഒന്നും കഴിച്ചില്ല. അമ്മ ആ വെള്ളത്തിൽ നിൽക്കുന്നതാണ്. അപ്പോൾ ഇനി നമ്മൾ ഇത്രയും കഴിച്ചിട്ട് വേണം അമ്മയ്ക്കുള്ള ബാലൻസ് വെച്ചേക്കാൻ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞതുപോലെ എല്ലാവരും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.